നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫുട്ബോൾ ആവേശം വിനയായി. തൃത്താലയിൽ അർജന്റീന പതാകയിൽ കെട്ടിത്തൂക്കിയ കല്ല് തട്ടി KSRTC ബസിന്റെ ചില്ല് തകർന്നു. കഴിഞ്ഞ ദിവസം തൃത്താല പട്ടിത്തറ ചിറ്റപ്പുറത്താണ് അപകടമുണ്ടായത്. കൊടി പറക്കാതിരിക്കാനായി കെട്ടിയിരുന്ന കല്ലാണ് ബസിന്റെ മുൻവശത്തെ ചില്ലിൽ തട്ടിയത്. ഇതോടെ തകർന്ന ചില്ല് തെറിച്ച് ബസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കനത്ത മഴയിൽ ചാലിശ്ശേരിയിൽ വീടിനകത്തേക്ക് മണ്ണും വെള്ളവും ഒലിച്ചിറങ്ങിയതിനെ തുടർന്ന് കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. കൊട്ടേക്കാട്ടിൽ അപ്പുകുട്ടന്റെ വീടാണ് പൂർണ്ണമായും താമസയോഗ്യമല്ലാതായത്. ബുധനാഴ്ച പുലർച്ചെ പെയ്ത ശക്തമായ മഴയിലാണ് വീടിന് സമീപത്തെ ഉയർന്ന പ്രദേശത്ത് നിന്നും വലിയ തോതിൽ മണ്ണും വെള്ളവും വീട്ടിലേക്ക് കുത്തിയൊലിച്ചെത്തിയത്. കിടപ്പുമുറികളിലടക്കം ചെളിയും വെള്ളവും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. സാധന സാമഗ്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ മുൻകരുതലിന്റെ ഭാഗമായി വീട്ടുകാരെ സമീപത്തെ ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ദുരന്തബാധിത പ്രദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, ബ്ലോക്ക് മെമ്പർ അഖില ജീവൻ തുടങ്ങിയവർ സന്ദർശിച്ചു. കുടുംബത്തിനാവശ്യമായ സഹായങ്ങൾ ഉറപ്പു നൽകി. കനത്ത മഴയിൽ പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ മഞ്ഞുളങ്ങൽ പാടം നിറഞ്ഞതോടെ താൽക്കാലികമായി നിർമ്മിച്ച സർവീസ് റോഡ് ഇടിഞ്ഞു. പല വീടുകളിലേക്കും പാടത്തു നിന്നുമുള്ള വെള്ളം കയറി. ഇതേ തുടർന്ന് പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. സർവീസ് റോഡ് പൊളിച്ചുമാറ്റിയാണ് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കിയത്. പട്ടാമ്പി നിലാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ മഞ്ഞളിങ്ങൽ പാടത്തെ ഓവുപാല നിർമ്മാണം നടക്കുന്നത്. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാടത്തിലൂടെ നിർമ്മിച്ച സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. മഴ തുടങ്ങിയതോടെ സർവീസ് റോഡിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ മഴയിൽ പാടത്തെ വെള്ളം ക്രമാതീതമായി വർദ്ധിക്കുകയും പല വീടുകളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങുകയും ചെയ്തു. ഇതോടെ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളും തുടങ്ങി. പാടത്ത് ബണ്ട് നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തിയതാണ് വീടുകളിലേക്കും വെള്ളം കയറാൻ ഇടയായത്. സർവീസോടെ ഇടിയാനും ഇത് കാരണമായി. ഗതാഗതത്തെ മാത്രം വർക്ക് തുടങ്ങിയിട്ട് എന്നിട്ട് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ പൊതുഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ട രീതിക്കാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിലവിൽ ഈ ഒരു പ്രശ്നം കാരണം ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു 10ഓളം വീടുകളിലാണ് ഇവിടെ വെള്ളം കയറിയെന്നാണ് അറിഞ്ഞത്. ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് നിലവിൽ അവിടുന്ന് ആളുകളെ മാറ്റിയെന്നാണ് അറിഞ്ഞത്. നിലവിൽ ഇവിടുത്തെ MLA അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥന്മാരും പറയാനുള്ളത് ഈ ഒരു പ്രവൃത്തി കൃത്യമായിട്ടുള്ള ഒരു ഇടവേളക്ക്, അതായത് 6-7 മാസം നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാൻ കിട്ടിയിട്ട് പോലും ചെയ്യാതെ ഈ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ ഒരു പ്രവൃത്തി ഇനി അവസാനിപ്പിക്കണം. ഓവുപാല നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ തോടിലൂടെ ഉണ്ടായിരുന്ന ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചത്. റോഡ് ഇടിഞ്ഞതോടെ പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പിന്നീട് സർവീസ് റോഡ് വെട്ടിപ്പൊളിച്ചാണ് വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. ഇതോടെ യാത്രക്കാർ ദുരിതത്തിലായി. റോഡ് പണി അനന്തമായി നീണ്ടതാണ് ഇത്തരം അവസ്ഥയ്ക്ക് ഇടയാക്കിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ആഴ്ചകൾക്ക് മുമ്പും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് നടപടികൾ ഇവിടെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കൂടിയാലോചനകളുടെ മാത്രമേ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകാവൂ എന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതം വലിയ ദുരിതത്തിലാണ്. ഞാനിതിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള പ്രതികരണങ്ങളും അനാസ്ഥകളും അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നിലവിൽ ഇനി ഒരു തവണ കൂടി മഴ, ഇന്നലെ രാത്രി പെയ്ത പോലെ ഒന്നും കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനജീവിതം വലിയ ദുസ്സഹമാവും. ഇന്നലെ രാത്രിയിലെ മഴയിൽ ഇവിടെ വെള്ളം കെട്ടി നിന്നതിൽ തന്നെ ഏകദേശം 10ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇനിയെങ്കിലും നമ്മൾ നാട്ടിലെ അവസ്ഥകൾ കണ്ട് അതിന് എന്താണ് ഒരു കൃത്യമായി ആരെയും വലിയ ദ്രോഹത്തിലാക്കാതെയുള്ള ഒരു വഴി എന്നുള്ളത് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് എല്ലാവരും സ്വന്തം ഇഷ്ടത്തിനുള്ള ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതിൽ നിന്നൊക്കെ മാറി ഇതിനെ ഒന്ന് ജനങ്ങളുടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളോട് പറയാനുള്ളൂ. പട്ടാമ്പി ഓങ്ങല്ലൂർ മഞ്ഞുളങ്ങലിൽ സർവീസ് റോഡ് തകർന്നതോടെ യാത്രക്കാർ പെരുവഴിയിലായി. പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതോടെ വലിയ യാത്രാ ദുരിതമാണ് യാത്രക്കാർ അഭിമുഖീകരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമായി.
പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ ഓങ്ങല്ലൂർ മഞ്ഞളിങ്ങൽ പാടത്ത് പാറ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച സർവീസ് റോഡ് കനത്ത മഴയിൽ തകർന്നതോടെയാണ് ഇതിലൂടെയുള്ള യാത്ര ആശങ്കയിലാത്തിയിരിക്കുന്നത്. നിലവിൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. സർവീസ് റോഡ് ഇടിഞ്ഞു തുടങ്ങിയതോടെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മാത്രവുമല്ല, സർവീസ് റോഡ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ചതോടെ വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്കും ഇതിലൂടെ കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. പെട്ടെന്നുണ്ടായ ഗതാഗത നിയന്ത്രണം നിരവധി യാത്രക്കാരെ പെരുവഴിയിലാക്കുകയും ചെയ്തു. പലരും പാടവരമ്പുകളെയും മറ്റുമാണ് ഇരു ഭാഗങ്ങളിലേക്കുമായി എത്തിപ്പെട്ടത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്താത്തതും പ്രതിഷേധങ്ങൾക്കിടവരുത്തി. ജനപ്രതിനിധിയുടെ അഭാവവും നാട്ടുകാരിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. വന്നിട്ടാ പോയി എപ്പോ അന്ന് വന്നു വെച്ചെങ്കിൽ നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഇതിന് വഴി കാണിച്ചായിട്ട് ഇവിടെ വന്നിട്ട് സ്കൂൾ കുട്ടികൾ ഇപ്പൊ റിട്ടേൺ വരാറായി. പരിഹാരമാക്കാൻ നിങ്ങൾ പാലക്കാട് പോയി കുത്തിരുന്നിട്ട് കാര്യമുണ്ടോ? പരിഹാരമാക്കാൻ നിങ്ങൾ പാലക്കാട് പോയി ഇരുന്നിട്ട് കാര്യമുണ്ടോ? അത് പറഞ്ഞാട്ടി. ഇപ്പൊ സ്കൂൾ കുട്ടികൾ ഇപ്പൊ വരാൻ നിൽക്കും. സ്കൂൾ ഇപ്പൊ ഉച്ചക്ക് വിടും. അപ്പൊ നിങ്ങൾ ഇന്ന് വെള്ളം കയറുന്ന മാസമാണല്ലോ, വർഷക്കാലല്ലത്. അപ്പൊ നിങ്ങൾ ഇക്കൊല്ലം തുടങ്ങണ്ടല്ലത്. ഈ ഒരു 3 മാസം കൂടി ഒഴിവ് ആക്കിയാൽ മതിയായിരുന്നില്ലേ? അല്ലെങ്കിൽ ലീവ് കുട്ടികൾക്ക് കൊടുക്കണ്ടെന്നില്ല. വെള്ളമാണ് പറഞ്ഞിട്ട് നിങ്ങൾ അന്ന് മുൻകൂർ ഇന്നലെ മഴ പെയ്തൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ? ഇന്നലെ മഴ പെയ്തൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ? ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ? അല്ലാത്തതല്ലല്ലോ. ഇതിന് മുമ്പിപ്പോ ഇത് വെള്ളം കെട്ടി നിന്നല്ലേ ഇപ്പൊ ഇതിന് മുമ്പ് പൈപ്പിട്ടത്? അല്ലെങ്കിൽ അല്ലാന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഇന്നിവിടെ ഇന്നലെ മഴ പെയ്ത് നിങ്ങൾക്ക് അറിയണല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ നിങ്ങൾ മുൻകൂർ അത് ചെയ്യാറുന്നത്? എന്താ കുട്ടികൾക്ക് ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇപ്പൊ റിട്ടേൺ വരണമെങ്കിൽ എന്താ ചെയ്യാ? അതിന് മറുപടി പറഞ്ഞാട്ട് സ്കൂൾ ഇപ്പൊ വിടും. റിട്ടേൺ കുട്ടികൾക്ക് ഇപ്പൊ പൈസ പരിഹാരം ആക്കി കാട്ടി. ഇതാ വള്ളത്തെ കുറച്ച് ആക്കി കാട്ടി പറഞ്ഞിട്ട് എത്ര വന്നിട്ട് ആംബുലൻസ് ഒക്കെ മടങ്ങിപ്പോയി. ഇതിലൂടെയുള്ള ഗതാഗതം എന്ന് പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. മഴ തുടർന്നാൽ ഇവിടെ ഇനി എന്ത് ചെയ്യുമെന്നതും ചോദ്യചിഹ്നമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള യാത്രയുടെ പുനഃസ്ഥാപനവും അനിശ്ചിതമായി നീളും. കുളപ്പുള്ളിയിൽ നിന്നും ഓങ്ങല്ലൂരിൽ നിന്നുമെല്ലാമാണ് ഇപ്പോൾ വാഹനങ്ങളെ വഴിതിരിച്ചു വിടുന്നത്. അതേസമയം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങളെ ദുരിതങ്ങളിൽ നിന്നും ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് നാളിതുവരെ സ്വീകരിച്ചു വന്നത്. ഓങ്ങല്ലൂർ ഈ പാലം കഴിഞ്ഞ വേനൽക്കാലങ്ങളെല്ലാം പോയിട്ടും ഇന്ന് വരെ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു കോൺട്രാക്ടറും അതുപോലെ അതിന് നേതൃത്വം കൊടുത്ത പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനും ജനങ്ങളെ ദുരിതത്തിൽ നിന്നും ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വികസനത്തിൻ്റെ പൂക്കാലമാണ് വികസനം എന്ന പേരിൽ ഇവിടെ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സമീപനം MLAയും നഗരസഭാ ചെയർമാനും തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും എന്നാൽ പട്ടാമ്പിയിലെ പൊതു ശ്മശാനം തുറന്നു കൊടുക്കുന്നതിന് ഇത് കാരണമാകരുതെന്നും BJP സംസ്ഥാന കമ്മിറ്റി അംഗം KM ഹരിദാസ്. BJP പട്ടാമ്പി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ശ്മശാനം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ നിരാലംബരായ നിരാശ്രയരായിട്ടുള്ള ആളുകൾ മരിക്കുമ്പോ ആ മൃതദേഹവുമായി ഒരു സംശയവുമില്ല ഞങ്ങൾ ഇതിനകത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതിനുള്ള ഇടവരുത്തരുത്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ്. നിങ്ങള് MLAയും അതുപോലെ തന്നെ ചെയർമാനും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അത് ഈ വിഷയത്തെ ബാധിക്കുന്നതല്ല. നിങ്ങൾക്ക് പല വിഷയങ്ങളുണ്ടാകും, അത് ഈ വിഷയത്തെ ബാധിക്കുന്നതല്ല. മരണം നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. MLA ഇവിടെ മുനിസിപ്പൽ ചെയർമാനെതിരെ പറഞ്ഞാൽ, മുനിസിപ്പൽ ചെയർമാൻ MLAക്കെതിരെ പറഞ്ഞാൽ മരണം പിടിച്ചു നിർത്താൻ സാധിക്കുമോ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് പ്രധാന വിഷയമായിട്ട് ഇവിടെ ഉന്നയിക്കാനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം MLAയുടെ പ്രസ്താവനയാണ്. MLA പറഞ്ഞു ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയർമാൻ പറയുന്നു ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ 2 പേരും ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ട് ഇനി ഒന്നും ശരിയാവുന്നില്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇതൊക്കെ റെഡിയാവുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പട്ടാമ്പിയിലെ പൊതുശ്മശാനം ഉടൻ തുറന്നു കൊടുക്കുവാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നഗരസഭാ ഓഫീസിൽ നിന്ന് നടന്ന ധർണ KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും BJP മുന്നറിയിപ്പ് നൽകി. നേതാക്കളായ P അനിൽകുമാർ, BC സന്തോഷ്, PT വേണുഗോപാൽ, ജയശങ്കർ, ഗിരിജ, S സുരേഷ്, അനു, ഗോപി പൂവക്കോടെ, രാജ്കുമാർ, പ്രമോദ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂട്ടർ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ മോഷ്ടാവിനെ മറ്റൊരു മോഷണത്തിനിടെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കുലുക്കല്ലൂർ നാട്യമംഗലത്തായിരുന്നു സംഭവം.
മോഷ്ടിച്ച ബൈക്കുമായി മറ്റൊരു മോഷണ ശ്രമത്തിനിടെയാണ് യുവാവിനെ നാട്ടുകാർ പിടികൂടി കൊപ്പം പോലീസിൽ ഏൽപ്പിച്ചത്. ചെർപ്പശ്ശേരി നെല്ലായ പാറക്കൽ തൊടി നിയാമുദ്ദീനെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. തിരുവേഗപ്പുറ നെടുങ്കോട്ടൂർ സ്വദേശി മുത്തുവിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന നെടുങ്കോട്ടൂർ സ്വദേശി സുബിന്റെ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത്. ഈ ബൈക്കുമായി മോഷ്ടാവ് നിയാമുദ്ദീൻ കുൽക്കല്ലൂർ പ്രഭാപുരം നാട്യമംഗലം ഭാഗത്ത് വീട് പണി നടക്കുന്ന സ്ഥലത്ത് കേബിൾ മോഷ്ടിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു. സംശയാസ്പദമായി ഇയാളെ കണ്ട നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബൈക്ക് മോഷ്ടിച്ച വിവരം അറിയുന്നത്. SI നന്ദകുമാറിന്റെ നേതൃത്വ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിലവിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി 23 കേസിലെ പ്രതിയാണ് ഇയാൾ. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി ചങ്ങരംകുളം പോലീസ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ വളർത്തിയ നിലയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കോലിക്കരയിൽ താമസിക്കുന്ന ദേവസ്വപ്പറമ്പിൽ സലീമിന്റെ വീട്ടിൽ നിന്നാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചെടിയടക്കം 3 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. സംഭവത്തിൽ സലീമിനെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് ചങ്ങരംകുളം SI നസിയ M സാഹിബ്, SI ശ്രീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. വീടിന് പുറകുവശത്തെ ചുമരിനോട് ചേർന്ന് പരിപാലിച്ച് വളർത്തിവന്ന 2 മീറ്ററോളം വലിപ്പമുള്ള ഒരു ചെടിയും സമീപത്തുള്ള മറ്റ് 2 ചെറിയ ചെടികളും പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധന തുടരുകയാണെന്നും പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കനത്ത മഴയിൽ കുമ്പിടി നീലിയാട് റോഡ് വെള്ളത്തിനടിയിലായി. ചില വീടുകളിലും വെള്ളം കയറിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ പെയ്ത കനത്ത മഴയിലാണ് കുമ്പിടി നീലിയാട് റോഡിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായത്. റോഡരികിലെ പല വീടുകളുടെയും മുൻഭാഗത്ത് വരെ വെള്ളം ഇരച്ചെത്തി. റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായതോടെ റോഡേതെന്ന് മനസ്സിലാക്കാനാവാതെ വാഹനയാത്രക്കാരും ബുദ്ധിമുട്ടിലായി. പുലർച്ചെ മുതൽ മണിക്കൂറുകളോളം ഈ ഭാഗത്തുകൂടെയുള്ള കാൽനടയാത്ര പൂർണ്ണമായും നിലച്ചു. തുടർന്ന് നാട്ടുകാർ സ്ഥലത്തെത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. മേഖലയിൽ പല വീടുകളിലേക്കുള്ള വഴികളും വെള്ളത്തിനടിയിലായി. ഈ ഭാഗത്തെ റോഡരികിലുണ്ടായിരുന്ന കള്ളുഷാപ്പിലേക്കും വെള്ളം കയറി. തുടക്കത്തിൽ ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ മാത്രമാണ് ഏറെ ബുദ്ധിമുട്ടി കടന്നുപോയത്. മണിക്കൂറുകൾക്കു ശേഷം ജലനിരപ്പ് അല്പം താഴ്ന്ന ശേഷം മാത്രമാണ് കാറുകൾക്കും ഇരുചക്രവാഹനങ്ങൾക്കും ഈ വഴി യാത്ര ചെയ്യാനായത്. മുൻവർഷങ്ങളിലും പ്രദേശത്ത് വെള്ളക്കെട്ടുമൂലം ഗതാഗത തടസ്സം നേരിട്ടിരുന്നു. സമീപത്തെ വലിയ തോടിന്റെ ഭിത്തികൾ മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പൊട്ടി സമീപത്തെ പാടശേഖരങ്ങളിലൂടെ റോഡിലേക്കെത്തുന്നതാണ് വെള്ളക്കെട്ടിന് ഇടവരുത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. മഴ ഇനിയും കനത്തു പെയ്താൽ വീടുകൾക്കകത്തേക്ക് ഏതു നിമിഷവും വെള്ളം കയറുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. തോടിന് ആഴം കൂട്ടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകും. എന്നാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പലതവണ ബന്ധപ്പെട്ട അധികൃതരെ സമീപിച്ചെങ്കിലും നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. നിലവിൽ അതീവ അപകടാവസ്ഥയിലാണ് പാതയിലൂടെയുള്ള വാഹന ഗതാഗതം. വെള്ളത്തിൽ മുങ്ങിയ റോഡിൽ നിന്നും അല്പമൊന്നു മാറിയാൽ വാഹനങ്ങൾ റോഡരികിലെ താഴ്ചയുള്ള പാടത്തേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയേറെയാണ്. വെള്ളത്തിലൂടെ സഞ്ചരിച്ച് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് തകരാറുകളും സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ വെള്ളക്കെട്ടിലൂടെയുള്ള യാത്രക്കിടെ നിരവധി കാറുകളുടെ നമ്പർ പ്ലേറ്റുകളും വെള്ളത്തിനടിയിൽ നഷ്ടമായി. തോട് പൊട്ടിയിട്ട് ആ വെള്ളങ്ങളാണ് ഇങ്ങോട്ട് കൂടി വരുന്നത്. ഈ തോട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതില്ല. ഇതൊരു കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള അവസ്ഥയാണ്. ഞാനിപ്പോൾ 2 ദിവസം മുന്നേ വരെ കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നസീമാനായിട്ട് ഈ വിഷയം സംസാരിച്ചു. അപ്പോൾ അവർ നോക്കട്ടെ, ഞങ്ങൾക്ക് ഫണ്ട് പറ്റില്ല, ബ്ലോക്കിൻ്റെ വേണം. ഞാൻ മെമ്പറായിട്ടും അവിടുത്തെ കപ്പൂരിൻ്റെ 20-ാം വാർഡ് മെമ്പറുണ്ട്, അവനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞു ബ്ലോക്കിൻ്റെ ഫണ്ട് വേണം, MLA ഫണ്ട് വേണം. ഇത് ആരുടെ ഫണ്ടായാലും കഴിഞ്ഞ 2 വർഷം ഇതിന് മുന്നത്തെ ഭരണാധികാരികളായിട്ട് ഞാൻ സംസാരിച്ചു, അന്നത്തെ മെമ്പർമാരും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആരുടെ ഫണ്ടായാലും കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു മഴ പെയ്താൽ ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങളിവിടെ കുറച്ച് വീട്ടുകാർ. പിന്നെ അതും ഈ ഒരു പ്രശ്നം ഇവർ ഇങ്ങനെ പറഞ്ഞിതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റിയത് സോൾവ് ആക്കി തന്നു പെർമനൻ്റ് ആയിട്ട്. ആ തോടൊന്ന് കെട്ടിയാൽ മതി. ഓക്കെ, ഇവർക്ക് വലിയ ലെവലിലേക്ക് തോട് കെട്ടണം എന്നുള്ള ഇതിലൊക്കെയാണ് തോന്നുന്നു വലിയ ഫണ്ട് മാത്രം. ഞങ്ങൾക്കിപ്പോൾ താൽക്കാലികമായിട്ട് വെള്ളം ഒഴിഞ്ഞു പോകാൻ തോടിലൂടെ മാത്രം പോകാനുള്ള ഒരു സൗകര്യമായി കഴിഞ്ഞാൽ ഇവിടെ ഈ വെള്ളത്തിൻ്റെ ഇഷ്യൂ വരില്ല. ഇത് ഒരു 2 വർഷം പറ്റി. ഞാനിതിൻ്റെ പിന്നാലെ ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ ചിലവാക്കി ഞാൻ ആളെ കൊടുത്തിട്ട് നോക്കി. പക്ഷെ അന്നും അവരെ കൊണ്ട് കെട്ടാൻ പറ്റിയില്ല. അപ്പോൾ ഒരു വേനൽക്കാലമായിട്ട് പഞ്ചായത്ത് ചെയ്യുമെന്നൊക്കെയാണ് അന്ന് എന്നോട് അന്നത്തെ പഴയ പ്രസിഡന്റും കാര്യങ്ങളും പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ വേനൽക്കും ഞാൻ വന്നിട്ട് കനത്ത കാറ്റിലും മഴയിലും ചങ്ങരംകുളത്ത് കൂറ്റൻ ആൽമരം കടപുഴകി വീണ് കെട്ടിടം തകർന്നു. ചങ്ങരംകുളം പുത്തൻപള്ളി റോഡിൽ കാഞ്ഞിയൂരിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമാണ് കടപുഴകിയത്. ബുധനാഴ്ച രാവിലെ 7:30 സംഭവം.
കെട്ടിടത്തിന് മുകളിലേക്കാണ് പതിച്ചത്. കെട്ടിടം ഭാഗികമായി തകർന്നു. സമീപത്തെ വീടിനും കേടുപാടുകൾ സംഭവിച്ചു. ചങ്ങരംകുളം പുത്തൻപള്ളി റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അപകട സമയത്ത് വാഹനങ്ങളും യാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ചങ്ങരംകുളം പോലീസും പൊന്നാനിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി. തിരുമിറ്റക്കോട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, തിരുമിറ്റക്കോട് പഞ്ചായത്ത്, പെരിങ്ങണ്ണൂർ ഗ്രാമീണ വായനശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗപ്രതിരോധ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷർമിള ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കാസിം അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അഷ്ടാംഗം ആയുർവേദ കോളേജിലെ ഹൌസ് സർജൻമാരായ ഡോക്ടർ അക്ഷര, ഡോക്ടർ വിനിഷ എന്നിവർ ക്യാമ്പിൽ പരിശോധന നടത്തി. ആയുർവേദ ഡിസ്പെൻസറിയിലെ ഫാർമസിസ്റ്റ് ഹരികൃഷ്ണൻ, വായനശാല പ്രതിനിധികളായ SP സുധാകരൻ, SP ഉണ്ണി, സത്യനാഥൻ, സുധ, അഞ്ജന തുടങ്ങിയവർ നേതൃത്വം നൽകി. രോഗപ്രതിരോധ ഔഷധങ്ങളും ധൂപചൂർണവും വിതരണം ചെയ്തു. ചാലിശ്ശേരി സ്വദേശികളുടെ കലാസൃഷ്ടി. 10 അടി ഉയരത്തിൽ ഭീമൻ ട്രിയോണ്ട ഫുട്ബോൾ ശ്രദ്ധേയമാകുന്നു. ഫുട്ബോൾ ലോകകപ്പ് ആവേശം ഉയരുന്നതിനിടെ ചാലിശ്ശേരിയിൽ ഒരുങ്ങുന്ന 10 അടി ഉയരമുള്ള ഭീമൻ ട്രിയോണ്ട ഫുട്ബോൾ മാതൃക കായിക പ്രേമികൾക്കിടയിൽ ശ്രദ്ധ നേടുന്നു. ചാലിശ്ശേരി സ്വദേശി ഷൈജുവിന്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവിലെ ഫാൽക്കൺ മാളിലെ പ്രദർശനത്തിനായാണ് കലാസൃഷ്ടി തയ്യാറാക്കുന്നത്. ചാലിശ്ശേരി സിവിൽ സ്റ്റേഷന് സമീപം താമസിക്കുന്ന പൊട്ടിക്കുന്നത്ത് വീട്ടിൽ താമി തങ്ക ദമ്പതികളുടെ മകൻ ഷൈജു കഴിഞ്ഞ 30 വർഷമായി ചിത്രകലാരംഗത്ത് പ്രശസ്തനാണ്. മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ്, കൈരളി തുടങ്ങിയ ചാനലുകളിൽ മിമിക്രി കലാകാരൻ കൂടിയായ ഷൈജുവും കൂടെ കാട്ടകാമ്പാൽ സ്വദേശി സുബീഷും ഒറ്റപ്പിലാവ് സ്വദേശി സുരേഷും ചേർന്നാണ് ലോകകപ്പ് ഒഫീഷ്യൽ ട്രിയോണ്ട ഭീമൻ ഫുട്ബോളിന് രൂപം നൽകിയത്. ഷൈജു ഒരുക്കുന്ന ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മാതൃക കൂടിയാണിത്. ഇത് വേൾഡ് കപ്പിന്റെ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും വലുത് നമ്മൾ തീരെ ചെയ്തിട്ടില്ല, ആശാനം ചെയ്തിട്ടില്ല. ഇത് ടോട്ടല് 10 അടി ഉണ്ട്. ഇത് മെറ്റീരിയൽ നമ്മൾ ഇരുമ്പ് സ്ക്വയർ പൈപ്പ് വെൽഡ് ചെയ്തിട്ടാണ്. അതിൽ വെൽഡ് ചെയ്തിട്ട് ഷേപ്പാക്കി ഒരു പോളിഫോമായിട്ട് കവർ ചെയ്തു. എന്നിട്ട് ഇത് ഫോറക്സ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് പുട്ടിയിട്ട് ഫിനിഷ് ആക്കിയിട്ടാണ് നമ്മൾ വിനയിൽ ഒട്ടിക്കുന്നത്. ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല. അത് ഇതിന്റെ സെന്റർ കൂടെ ഇനി പെയിന്റ് വരാണ്ട്. ഇത് സുബി ഒരു മിനിറ്റ്, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്കുകൾ ചെയ്യാറ്. ഇപ്പോൾ ഒരാഴ്ചയിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പന്തിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് കടന്നത്. സ്ഥലപരിമിതി കാരണം ഷൈജുവിന്റെ സുഹൃത്തുക്കളായ പെരുമണ്ണൂർ തായ്ക്കാട്ട് വീട്ടിലെ ഉണ്ണിമോന്റെയും വൈശാന്തിന്റെയും തായക്കാട്ടിൽ റോയൽ ഹോളോബ്രിക്സ് കമ്പനിയിൽ വെച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇത്തരത്തിൽ ലോക ഫുട്ബോൾ മാതൃക ചെയ്യുവാൻ സൗകര്യം നൽകിയതിൽ സന്തോഷമാണെന്ന് വൈശാന്ത് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ നടക്കോ തോന്നിയില്ല, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാറ്. അപ്പോ എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു അത് എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്ഥല സൗകര്യങ്ങൾ മാറ്റി കൊടുത്തിട്ട് ഇവിടെ അവനൊരു ഫുട്ബോള് ഇതാക്കണം പറഞ്ഞു എന്നോട് വൈകിട്ട് വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അത് എന്തായാലും നല്ലൊരു ഫുട്ബോളല്ലേ ആയിരുന്നു. അങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങള് മാറ്റി കൊടുത്ത് ഷൈജുവിന് ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനെ ഒരു ഫുട്ബോള് വെക്കണം എന്നുള്ള ഇത് കണ്ടു നോക്കുമ്പോ ഞങ്ങൾക്കും ആദ്യം എന്തോ ഒരു ഇത് തോന്നി. പക്ഷെ പിന്നെ ഇതിന്റെ മാതൃക വന്ന് നോക്കുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ലോകകപ്പിന്റെ മാതൃക എല്ലാം കണ്ടിട്ടുള്ളൂ, പക്ഷെ ഫുട്ബോൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് ഫ്രെയിം നിർമ്മിച്ച ശേഷം ഫുട്ബോളിന്റെ രൂപകൽപ്പന പൂർത്തിയാക്കി. ഏകദേശം 400 ചതുരശ്ര അടി ഫ്ലോറക്സ് ഷീറ്റ്, പോളിഫോം, വിനൈൽ സ്റ്റിക്കർ, പ്ലാസ്റ്റിക് പുൽ, പെയിന്റ് തുടങ്ങിയ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഭീമൻ പന്ത് നിർമ്മിച്ചത്. 65,000 രൂപയോളം ചിലവഴിച്ചാണ് കലാസൃഷ്ടി യാഥാർത്ഥ്യമാക്കിയത്. ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ഫുട്ബോളിന്റെ രൂപവും ഡിസൈനും അതേപടി പകർത്തുന്ന രീതിയിലാണ് നിർമ്മാണം. പെയിന്റിംഗും ഫിനിഷിംഗ് ജോലികളും അവസാന ഘട്ടത്തിലായ ഈ ഭീമൻ ഫുട്ബോൾ പ്രദർശനവേദിയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. ലോകകപ്പ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഈ ദൃശ്യവിസ്മയം ഫുട്ബോൾ ആരാധകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുമെന്നുറപ്പാണ്. ഞാങ്ങാട്രി ചക്കം മഠത്തിൽ പരേതനായ ബാലൻ വൈദ്യർ ഭാര്യ ശാരദ നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. വത്സല, ശങ്കരൻകുട്ടി, വേണുഗോപാലൻ, സുരേന്ദ്രൻ, പരേതനായ ദേവരാജൻ, വസന്ത, വാസുദേവൻ എന്നിവർ മക്കളാണ്. ഇവിടെ നിലയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.